നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഈ റോഡിലേക്ക് ഉള്ള ആ, യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ പലപ്പോഴും ഇവരുടെ ഒരു യാത്രയുടെ ഒരു ഘട്ടമാകുമ്പോൾ ഇവർക്ക് ആദ്യം ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, റോഡ് ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. പിന്നീട് ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്ന അവസ്ഥയുണ്ടല്ലോ. പലപ്പോഴും നമ്മളൊരു ലൈവായിട്ട് നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ കണ്ണിൽ നോക്കി പോലും സംസാരിക്കാൻ പറ്റുന്നത്. പിന്നീട് ഒരു ഒരു നിസ്സഹായതയുടെ നിസ്സംഗതമായ അവസ്ഥയിൽ നമ്മളിനി എവിടെയും എത്തില്ല എന്നുള്ളൊരു തീരുമാനമാകുമ്പോൾ എവിടെ കടന്ന് മരിക്കണമെന്നുള്ളൊരു പോലെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡായിട്ട് ഈ ആർട്ടിസ്റ്റുകൾ ബിഹേവ് ചെയ്യേണ്ടതുപോലെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ സാഹിത്യത്തിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാതെ വരും. ഒപ്പം തന്നെ ഈ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഒരു ബോട്ടിലുണ്ടാവുക, അതിനകത്ത് വെള്ളം, ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ എനിക്കങ്ങനെ തോന്നിയപ്പോൾ ഈ അടുപ്പ് കല്ലുകൾ കണ്ടു എന്നാണ്, ഇഷ്ടിക കല്ലുകൾ കണ്ടു, അടുപ്പ് കൂട്ടിയ കല്ലുകൾ അവിടെ ഒയാസിസ് കണ്ടെന്നാണ് ബെന്യാമിൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഇഷ്ടിക എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ, പോയാൽ ഭംഗി അല്ല. എനിക്ക് അവിടെയാണ് അറിയാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കോളയുടെ ബോട്ടിലുണ്ടായാൽ അപ്പോൾ ഒരു ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത് ഞാൻ പറയേണ്ടി വരുന്ന അവസ്ഥയെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയും കൂടെ ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊരു സംഗീതം ഉണ്ടാക്കാൻ പറ്റുമോ, അതിൽ നിന്ന് ഒരാളുടെ ആത്മാവിനെ, അതായത് ഇത് എറിഞ്ഞു കളയുമ്പം വീണ്ടും അതിലൂടെ കാറ്റ് കയറുമ്പം ശബ്ദം ഉണ്ടാകുകയും താൻ പിരിഞ്ഞ കൂട്ടുകാരൻ്റെ ഒരു ഓർമ്മ പോലെ ആ കുപ്പിയെ ചേർത്ത് പിടിക്കുകയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹക്കീം മരിക്കുമ്പോഴും അങ്ങനെയാണല്ലോ, അവനെ കൂടെ കൊണ്ടുപോകാം എന്നല്ല പറയുന്നത്. അയാൾ ഈ അവിടുന്ന് വീട്ടിൽ മസ്രയിൽ നിന്ന് പോകുമ്പം വളരെ അറ്റുപോയ ആ ബാഗ് കൊണ്ടും എങ്ങനെ കളയുന്നതെന്നല്ല പറയുന്നത്. ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു ജീവിതത്തിനോടുള്ള ഒരു വലിയ കൊതിയാണ് അല്ലേ. അങ്ങനെയാണല്ലോ നമ്മളെപ്പോഴും ചേർത്ത് വെക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങാണ് നമ്മൾ ഈ നജീബിലേക്ക് എത്തിക്കാൻ പറഞ്ഞത്. അപ്പം ഇത് എൻ്റെ ഒരു മൂന്നാമത്തെ ജനറേഷനിലാണ് ഈ നജീബിനെ എനിക്ക് കിട്ടുന്നത്. കാരണം ജീവിച്ചിരിക്കുന്ന ഷുക്കൂർ എന്ന നജീബ്, അദ്ദേഹം പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതിയ ബെന്യാമിൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട, ഇന്നിപ്പം ഇതൊക്കെ തമ്മിൽ ഒത്തിരി കോയിൻസിഡൻസ് വരാം. ഞാൻ ഇന്നലെ നിന്ന നജീബിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം പൃഥ്വിരാജ് ഈ പാൻ്റ് ഇട്ടിട്ട് ലൂസായിട്ട് ഇത് കിട്ടുന്നതിനെക്കുറിച്ച് പുള്ളിയുടെ ഒരു അനുഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇതുവരെ ആരും ഈ കാര്യം പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ ഷുക്കൂറുമായിട്ട് ഇത് സംസാരിച്ചിട്ടുമില്ല. പിന്നെ അവിടെ ഒരു ചരട് വെച്ച് കെട്ടുന്നു എന്ന് പറയുന്നത് അത് ബെന്യാമിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൊരു കാര്യം കൂടാണ്. അപ്പം ഇതിങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളാണത് എഴുതുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു ഭാവന കയറി വരിക എന്നുള്ളതാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. അപ്പം ഇതിന് ഞങ്ങൾക്കാർക്കും തമ്മിൽ ഒരു പരസ്പരം യാതൊരു തർക്കവുമില്ല. വെറും അനാവശ്യമായ ഇത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരുമ്പോൾ അതല്ലാതെ മറ്റൊരു രൂപത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഭംഗിയല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ലെന്നുണ്ടെങ്കിൽ നജീബിൻ്റെ ഒരു ജീവിതത്തിൻ്റെ, അയാളുടെ അതിജീവനത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് അതിനെ യഥാർത്ഥമായി എഴുതി വെക്കുന്ന ഒരു പുസ്തകവും അത് സിനിമ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ യാതൊരു രീതിയിലുള്ളൊരു ഭംഗി, കല എന്ന് പറയുന്ന ഒരു സൗന്ദര്യം ഉണ്ടാകാതെ പോകുന്നുണ്ട്. അപ്പം അത് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നിടത്ത് വീണ്ടും ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ചേർത്തൊരു കാര്യം പറഞ്ഞിട്ട് പറയാം. കാരണം ഇത് 2010 കേരള സാഹിത്യ അക്കാദമി 2009 അവാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ മാതൃഭൂമി വീക്കിൽ എഴുതിയിട്ടുള്ളൊരു വലിയ ലേഖനമുണ്ട്. ആടുജീവിതത്തെക്കുറിച്ച് മാത്രം എഴുതിയിട്ടുള്ള എൻ്റെ മുഖചിത്രം, എൻ്റെയും ഷുക്കൂറിൻ്റെയും കൂടെ
ഫോട്ടോ വെച്ചിട്ടാണ് മാതൃഭൂമി വരുന്നത്. അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, അജീബ് പറഞ്ഞിട്ടുള്ളത് എല്ലാം കൂടെ കൂട്ടിച്ചേർത്താൽ 10 പേജിനകത്ത് വെക്കാവുന്ന ഒരു സാധനമാണെന്നും ഞാൻ അതിനെ ഇത്രയും രീതിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ കൃത്യമായി പറയുകയും എത്ര ഫിക്ഷൻ ഉണ്ടെന്നും എത്ര ഇതുണ്ടെന്നൊക്കെ അന്ന് 2010 പറഞ്ഞതാണ്. 2024 മലയാളികൾ വീണ്ടും അത് തന്നെ ചോദിക്കുന്നത്. എപ്പോഴും ഒരേ ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുള്ള ഇതെനിക്ക് തോന്നുന്നു ഇത് ഈ കലാരൂപങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ഗുണമാണ്. ഞാൻ എവിടെയും പറയാത്തൊരു ചെറിയൊരു കാര്യം കൂടെ നിങ്ങളുടെ ഒരു അറിവിലേക്ക്. എ.ആർ. റഹ്മാൻ ഈ സനമൂസയുടെ ഒരു പാട്ട് ഞാൻ അദ്ദേഹവുമായിട്ട് ആദ്യകാല സമയങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ലണ്ടനിൽ വെച്ച് ഞാൻ പരിചയപ്പെടുകയും അവരുടെ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട ഒരു പാട്ടാണ് ഒരു ബദ്വേ എന്ന് പറയുന്ന സോങ്. ഇത് എവിടെയെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് അദ്ദേഹം മെയിൽ ചെയ്ത് തന്നു. അന്ന് രാത്രി മുഴുവൻ ഞാൻ ആ പാട്ട് കേട്ട് ആ പാട്ടിലിങ്ങനെ നമ്മളിങ്ങനെ അലിഞ്ഞിങ്ങനെ അല്ലെങ്കിൽ ഒഴുകി നടക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെങ്കിൽ എനിക്ക് അന്നേരം തമാശയായിട്ട് അദ്ദേഹം ചോദിച്ചത്, ഈ നജീബ് ഇരിക്കുന്നിടത്ത് റേഡിയോ വല്ലതും ഉണ്ടോ? പുള്ളിക്ക് അറിയത്തില്ല, കഥ വായിച്ചു അങ്ങനെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, റേഡിയോയുടെ അല്ലെങ്കിൽ അത്ര ഒരു റേഞ്ചിലൊന്നുമുള്ള മൊബൈലും റേഡിയോ ഒന്നും ഇല്ലാത്ത ഒരു ഇടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിട്ടു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അസോസിയേറ്റ് റോബിൻ ഇവിടെയുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരു 3 സീന്, അതായത് ടയർ മാർക്ക് കണ്ടിട്ട് ഓടിയെത്തുമ്പോൾ ടയർ പിന്നീട് ഒരു പരന്ന മരുഭൂമിയാണ്, വീണ്ടും നിരാശ. അവിടെ ഒരു 3 സീൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ നാട്ടിൽ നിന്ന് തിരുവല്ലായിൽ നിന്ന് എഴുതിക്കൊണ്ട് പോയ സാധനം അല്ലെങ്കിൽ എറണാകുളത്തുനിന്ന് എഴുതിക്കൊണ്ട് പോയ സാധനം നമ്മളെക്കൊണ്ട് നമുക്ക് പറ്റുന്നില്ല, ഇത് ഷൂട്ട് ചെയ്യാനേ പറ്റത്തില്ല. കാരണം നമ്മളിത് ഷൂട്ട് ചെയ്ത് വന്നപ്പോൾ ഈ കഥാപാത്രം എത്ര അവസ്ഥയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക്, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇനി മരിക്കുന്നിടം വരെ നടക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അല്ലെങ്കിൽ മരിച്ച് വീഴാം, അല്ലെങ്കിൽ ഇനി എങ്ങോട്ടെന്നൊന്നും പരസ്പരം ചോദിക്കാൻ പറ്റാത്ത പോലെയുള്ള ഒരു പരസ്പരം നോട്ടം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നിടത്ത് ഇവർ സംസാരിക്കും, എന്ത് സീനുകൾ ഉൾക്കൊള്ളും. ആ സമയത്താണ് പെട്ടെന്ന് ഈ പാട്ട് നമുക്ക് മനസ്സിലേക്ക് എത്തുകയും ആ പാട്ട് വെച്ചിട്ട് അവരുടെ ചില മൂഡുകൾ ഷൂട്ട് ചെയ്തു. ഇതാ സംഗീതം എനിക്ക് തരുന്ന കോൺട്രിബ്യൂഷനാണ്. മനസ്സിലായില്ല? അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എപ്പോഴും അങ്ങനെയാണ്. അപ്പം പുസ്തകത്തിൽ നിന്ന് വായിക്കാത്ത, പുസ്തകത്തിൽ കാണാത്ത കാര്യങ്ങളിലേക്ക് വേറൊരു രൂപത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് സംഗീതത്തിന് എത്രത്തോളം സംസാരിക്കാൻ കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇപ്പം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഓരോ ഡിസ്കഷൻസ് വരും തോറും എന്താ പറയുക, എല്ലാവർക്കും അതിൻ്റെ പങ്കുണ്ട്, കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം അതൊരു ആരോഗ്യപരമായി തന്നെ അതിനെ വിലയിരുത്തുക എന്നുള്ളതാണ്.